കോൺഗ്രസ് അനുമതിയില്ലാതെ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ദൗത്യവുമായാണ് UK, റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ ശശി തരൂർ സന്ദർശനം നടത്തുക. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായാണ് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശശി തരൂരിന്റെ ഈ യാത്ര. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് യാത്ര എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസവും കോൺഗ്രസിനെ ഒന്ന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം നടപടികൾ ബോധപൂർവമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് എത്തി നിൽക്കുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തലിലെ US ഇടപെടൽ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നിലപാട് തള്ളിയിരിക്കുകയായിരുന്നു ശശി തരൂർ. കഴിഞ്ഞ ദിവസം തരൂർ പരസ്യ പരാമർശം നടത്തി രംഗത്തും എത്തിയിട്ടുണ്ടായിരുന്നു. US സമ്മർദ്ദത്തെ തുടർന്നാണ് മോദി സർക്കാർ വെടിനിർത്തലിന് തയ്യാറായത് എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന് മൊത്തമായി ഉള്ളത്. അത്തരം ഇടപെടലോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല എന്നാണ് തരൂരിന്റെ വാദം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി ശശി തരൂർ മാറിയിരിക്കുകയാണ്. അതിന് കാരണങ്ങളും പലത് തന്നെയാണ്. ദേശീയ കേരള കോൺഗ്രസിനെ മുഷിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശശി തരൂരിന്റെ അടുത്തിടെ ഉണ്ടായ പല പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും ഒടുവിലത്തേത് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഈ പ്രസ്താവന. പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അങ്ങനെ തന്നെയാണ്. വയനാട് MPയും കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കൾ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിരത്തിലിറങ്ങിയപ്പോൾ തരൂരിന്റെ അഭാവം ഏറെ ചർച്ചയായ ഒരു കാര്യം തന്നെയാണ്. തരൂർ നിലമ്പൂരിൽ എത്താത്തതിന് കാരണമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് വിദേശ യാത്രയിലായതിനാൽ തരൂരിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്നും ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചില്ല എന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. പരാമർശം വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടാണ് കോൺഗ്രസ് പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത്. പട്ടിക പ്രകാരം 8ാം സ്ഥാനത്താണ് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കെട്ടടങ്ങാതെ രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഉൾപ്പെടെ തരൂർ എടുത്ത നിലപാടുകളെ മുൻനിർത്തി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണാനാണ് തരൂർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ നിലമ്പൂരിൽ തരൂരിന്റെ പ്രസ്താവനയെ അവഗണിക്കാനാണ് KPCCയുടെ തീരുമാനവും. തരൂരിൽ തട്ടി പാർട്ടിയെ അനൈക്യത്തെ ചർച്ചയാക്കേണ്ട എന്നുള്ള നിലപാടാണ് തൽക്കാലം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തരൂർ വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.